ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തനി നാടൻ റെസിപ്പിയായാണ് വന്നേക്കുന്നത്. ചേമ്പിൻ വിത്തിൻ്റെ ഒരു അടിപൊളി പുഴുക്ക്. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇതാ നമ്മൾ ഒരു 6-7 വിത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ നല്ലപോലെ കളഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 6-7 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുമ്പോൾ ഇതിലെ മണ്ണിൻ്റെ അംശമൊക്കെ നല്ലപോലെ പോയി കിട്ടുക. നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുക. ഇതൊരു തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിനെ മാറ്റി വെച്ച് നമ്മളിത് നാടൻ സ്റ്റൈൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ വളർത്തിയ നമ്മുടെ പച്ചമുളകൊക്കെ തന്നെയാണ്, കുഞ്ഞി പച്ചമുളകൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ സെറ്റ് ചെയ്ത് അതേപോലെ നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ കരിവേപ്പിലൊക്കെ എടുത്ത് ഇതിന് ആവശ്യമായതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ചേമ്പ് വിത്തിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞളും അതേപോലെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് 2 പീസായി കട്ട് ചെയ്തത് അതും ചേർക്കുന്നുണ്ട്, കൂടെ കരിവേപ്പിലയും. പിന്നെ ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് തീ കത്തിക്കാൻ പോകുന്നത്. ഇതാ കരിവേപ്പിലയിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നല്ല പോലെ മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വേഗം തന്നെ വെന്ത് കിട്ടും. ഇതിന് വേവാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കഷ്ണം കൂടി ആക്കിയത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിന് നല്ലൊരു അരപ്പും കൂടി വേണം. നമ്മളൊരു അരമുറി തേങ്ങ ചിരവിയെടുത്തതും അതിലേക്കൊരു 8 ചെറിയുള്ളിയോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കുറച്ച് പെരിഞ്ചീരകവും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ചേമ്പിൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതാ ചേമ്പൊക്കെ നല്ലപോലെ ഒരു 90% വെന്ത് കുക്കായിട്ടുണ്ട്. ബാക്കി കൂടി കുക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ നല്ലപോലെ ഉടച്ചെടുക്കാൻ പോയതാ. ഇതുപോലെ ഉടച്ച് നല്ല ഒരു പുഴുക്ക് രൂപത്തിൽ കിട്ടും കേട്ടോ. ഇതിലിപ്പം വെള്ളം കുറവാണ്. നമ്മൾ അരപ്പിൽ അത്യാവശ്യം തേങ്ങ അരപ്പിൽ വെള്ളം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സാക്കാൻ പോവുക. എന്നിട്ട് നമ്മൾ ഉപ്പൊന്ന് നോക്കണേ. നമ്മൾ തേങ്ങ അരപ്പൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഇതിൻ്റെ ഉപ്പും കൂടി നോക്കി പാകമായ ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഡ് ചെയ്ത് ഇതുപോലെ ഒരു സൂപ്പർ പുഴുക്ക് സെറ്റായിട്ടുണ്ടാകും. ഇതിലേക്ക് നമ്മളൊരു ചെറിയ വറവും കൂടി കൊടുക്കണം. സ്വല്പം വെളിച്ചെണ്ണയും കടുകും കരിവേപ്പിലയും നമ്മളെ വറ്റൽ മുളകില്ലേ വറവിനെടുക്കുന്നത്, ആ മുളകും കൂടി ചേർത്ത് നല്ലൊരു വറവും കൂടി കൊടുത്ത് ഇളക്കി സെറ്റാക്കി എടുത്താൽ മക്കളെ നല്ല സൂപ്പർ നാടൻ സ്റ്റൈൽ ഇളക്കി പുഴുങ്ങിയ നല്ല ലൂസായിട്ട് ഇളക്കി പുഴുങ്ങിയ നമ്മുടെ ചേമ്പിൻ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു സിമ്പിൾ അടാറ് വെറൈറ്റി ഐറ്റമാണ്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം കേട്ടോ. സൂപ്പർ ഒരു പുഴുക്കാണ്. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മളെ അറിയിക്കണേ. അപ്പോൾ താങ്ക് യു ഓൾ.